സകല ആത്മാക്കളെയും അവർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കുകയാണ് മനുഷ്യവംശം മുഴുവനും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യം. കാലത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ച് മാനവരക്ഷയ്ക്കായുള്ള അനശ്വരമായ സ്മാരകം സ്ഥാപിച്ച ഈശോ തന്റെ പദ്ധതികളുടെ തുടർച്ചയ്ക്കായി നിയോഗിക്കുന്ന ചില തെരഞ്ഞെടുക്കപ്പെട്ടവർ. തങ്ങളുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളുടെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലാക്കി ദൈവശബ്ദത്തോട് അവർ പ്രതികരിക്കുമ്പോൾ അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കായി ദൈവം കരുതിവെച്ച അഭിഷിക്തർ പിറവികൊള്ളുന്നു. ഭാരതസഭയെ നവീകരണാഗ്നിയിൽ വിശുദ്ധീകരിച്ച് സ്വർഗത്തോളം ഉയർത്തുവാൻ ദൈവം പണിതുയർത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അമരക്കാരൻ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ വചനശുശ്രൂഷയിൽ ശക്തമായി മുന്നേറുന്ന ജനലക്ഷങ്ങൾക്ക് പ്രിയങ്കരനായ പ്രഘോഷകൻ. അനേകായിരം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ലോകമെങ്ങും മുഴങ്ങുന്ന വചനശബ്ദമാകുവാൻ ദൈവം തെരഞ്ഞെടുത്ത അനുഗ്രഹീതനായ ഒരഭിഷിക്തൻ. ദൈവം വരദാനമായി നൽകിയ സംഗീതത്തിലൂടെ വിശ്വാസി സമൂഹത്തിനിടയിൽ ഒളിമങ്ങാത്ത വചനപ്രഭ പരത്തിയ അനുഗ്രഹീതനായ ഗാനരചയിതാവ്. ചാലക്കുടി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ കൊച്ചു മാത്യു അച്ഛൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവുങ്കൽ അച്ഛൻ തന്റെ പ്രവർത്തന ശൈലികളും കാഴ്ചപ്പാടുകളും കൊണ്ട് വ്യത്യസ്തനാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ആവോളം ഉപയോഗിച്ച് വചനവേദിയിൽ മുന്നേറുമ്പോഴും നേതൃത്വരംഗത്ത് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മാതൃകാപരമായി അദ്ദേഹം ശോഭിക്കുന്നു. ബഹുമാനപ്പെട്ട മാത്യു ഇലവുങ്കൽ അച്ഛൻ്റെ ബാല്യകാലത്തേക്ക് ഒരു പുനഃപ്രയാണം നടത്തുമ്പോൾ അവിടെ നമുക്ക് മുന്നിൽ തെളിയുന്നത് അത്യന്തം അനുഗ്രഹീതവും ദൈവത്തിൻ്റെ സവിശേഷമായ കയ്യൊപ്പോട് കൂടിയതുമായ ഒരു കുടുംബ പശ്ചാത്തലമാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയ ഇലവുങ്കൽ കുടുംബത്തിൻ്റെ ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ഉറച്ച ആത്മീയ അടിത്തറയോടുകൂടിയ സ്നേഹത്തിൽ പണിതുയർത്തപ്പെട്ട ആ കുടുംബം സകലർക്കും മാതൃക കൂടിയായിരുന്നു. എല്ലാം കൊണ്ടും തീഷ്ണമതിയായ ഒരു തികഞ്ഞ അഭിഷിക്തന് വേണ്ട ഒരു പ്രാഥമിക കളരി ദൈവം അവിടെ രൂപപ്പെടുത്തി. ജനന സമയത്ത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നെങ്കിലും പിന്നെ വിദ്യാഭ്യാസമൊക്കെ നടന്നത് മലബാറിലാണ്. ഒരു കാർഷിക കുടുംബമാണ്. ചാച്ചൻ കൃഷിപ്പണിയുടെ കൂടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില ബിസിനസ്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 9 അംഗങ്ങളുള്ള കുടുംബത്തിൽ ഞാനാണ് നടുവിലത്തെ ആൾ. എനിക്ക് 5 പെങ്ങന്മാരും 3 സഹോദരന്മാരുമുണ്ട്. എൻ്റെ ബാല്യകാല അനുഭവങ്ങളുടെ ഓർമ്മകൾ എന്നിൽ വരുന്നത് സാമ്പത്തികമായിട്ട് ദാരിദ്ര്യമുണ്ടായിരുന്നില്ലെങ്കിലും വലിയ സുഭിക്ഷതയോ സമൃദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടിയുള്ള അധ്വാനത്തിൽ ചാച്ചനും എൻ്റെ മൂത്ത ജ്യേഷ്ഠനുമൊക്കെ വളരെയേറെ അധ്വാനിച്ച് തുടങ്ങി. അപ്പം ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ നടന്നുകൊണ്ടിരുന്നു. ചാച്ചൻ്റെയും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെയും അന്നത്തെ ഏറ്റവും പ്രത്യേകത എല്ലാവരും പഠിക്കണം, വിദ്യാഭ്യാസം നേടണം. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പല കുട്ടികളും വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാവാതെയോ അല്ലെങ്കിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മുതിർന്നവരുടെ വാക്ക് കേട്ടോ വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരോ അല്ലെ 10ാം ക്ലാസ് കൊണ്ട് പഠനം നടത്തിയവരും ഉണ്ടായിരുന്നു. പക്ഷേ ചാച്ചനും ചേട്ടനും വളരെ നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കണമെന്ന്. അമ്മയ്ക്കും ഉണ്ടായിരുന്നു.
ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛൻ്റെ ആത്മീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മ ത്രേസ്യയുടെ തികഞ്ഞ പ്രാർത്ഥനാ ജീവിതവും മാതൃകയും തന്നെ ഏറ്റവും അധികമായി സ്വാധീനിച്ചവയാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. കേവലം 12-ാം വയസ്സിൽ തന്നെ മാതൃവിയോഗം നേരിട്ടുവെങ്കിലും ആ അമ്മ ജ്വലിപ്പിച്ച ദീപം ഇന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലം പകരുന്ന സമാനതകളില്ലാത്ത പ്രകാശത്തെയാണ് ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അമ്മച്ചിക്കൊരു പ്രത്യേകതയുള്ളത്, അമ്മ എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. അമ്മയുടെ ജീവചരിത്രം അമ്മ തന്നെ മൂത്ത ജ്യേഷ്ഠനോട് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അമ്മ കോൺവെൻറ്റിൽ ചേരാൻ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ഒരാളാണ്. കുഞ്ഞുനാൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഞങ്ങളെയൊക്കെ ഇപ്പോഴും വളരെയേറെ ദീപ്തമായ ഓർമ്മകളായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്കന്നൊരു 5, 6, 7 വയസ്സ് കാണുമായിരിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരെയാണ് ഇടവക പള്ളി. അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് അമ്മ ഒരു 5 മണിക്ക് എന്നെ എൻ്റെ സഹോദരനെ വിളിച്ചുണർത്തി കട്ടൻ കാപ്പിയും തന്ന് അവിടെ നിന്ന് ഈ 2.5 കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയിലേക്ക് രാവിലെ തന്നെ പോകും. അന്നത്തെ കാലത്ത് ചെരുപ്പൊന്നും ധരിക്കില്ല, പിള്ളേർക്ക് ചെരുപ്പൊന്നും ഉണ്ടാവില്ല. അത്രയുള്ള ഒരു സാമ്പത്തികാവസ്ഥയൊന്നുമല്ല സാധാരണ കർഷക കുടുംബങ്ങളിൽ. മാത്രമല്ല തണുപ്പിനുള്ള കുപ്പായം ഒന്നുമില്ല, നല്ല കൊടും തണുപ്പുള്ള സമയമാണ് മലബാറിലന്ന്. ഞങ്ങൾ പള്ളി ചെല്ലുമ്പോഴാണ് അന്നത്തെ പള്ളിയിലെ കപ്പിയേർ വന്ന് പള്ളി തുറക്കുന്നത്, അല്ലെങ്കിൽ വികാരിച്ചൻ പള്ളി തുറക്കുന്നത്. കാരണം ആ സമയത്ത് ആരും ഒന്നും പള്ളിയിൽ വരാറില്ല. ഞങ്ങൾ രാവിലെ ചെന്ന് കുർബാനയൊക്കെ പങ്കെടുക്കും. അമ്മ കുർബാനയിൽ വളരെ ഏകാഗ്രതയോടെ, സുറിയാനി കുർബാനയാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് പള്ളി കൊണ്ടുവന്ന കാലത്തൊക്കെ സുറിയാനി കുർബാനയിലാണ് പങ്കെടുക്കുന്നത്. ഞങ്ങൾക്ക് ചൊല്ലാനൊന്നുമില്ല, എങ്കിലും അമ്മ ഒരു കറുത്ത മണിയുള്ള ഒരു കൊന്തയും പിടിച്ച് കവിണിയും പുതച്ച് കയ്യും കൂപ്പി നിന്ന് കുർബാനയിൽ പങ്കെടുക്കുന്ന ആ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നെ വളരെയേറെ പ്രചോദിപ്പിക്കുന്ന, ഞാൻ ഒത്തിരി സ്ഥലത്ത് ഏറ്റുപറഞ്ഞിട്ടുള്ളതുമായ വളരെ മനോഹരമായൊരു കാര്യം, എൻ്റെ ദൈവവിളിക്ക് പോലും പ്രചോദനമാകുന്ന ചില വാക്കുകൾ എൻ്റെ അമ്മയിൽ നിന്ന് അന്ന് ഉതിർന്നു വീണത് ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ അമ്മയുടെ അന്നത്തെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ എവിടെയോ തറഞ്ഞു കയറിയതുപോലെ എനിക്കിപ്പോഴും തോന്നുന്നത്. ബഹുമാനപ്പെട്ട ഇലവുങ്കൽ അച്ഛൻ്റെ ജീവിതത്തിൽ യഥാസമയങ്ങളിൽ ദൃശ്യമായിട്ടുള്ള ദൈവീക ഇടപെടലുകൾ വിസ്മയനീയമാണ്. 1974 ഇടത്തൊട്ടിയിൽ സ്ഥാപിതമായ വിൻസെൻഷൻ ആശ്രമം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിപ്ലവകരമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചു. വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ആശ്രമം സ്ഥാപിക്കപ്പെട്ടത് അദ്ദേഹത്തിനു മേലുണ്ടായിരുന്ന ദൈവവിളിയെ പരിപോഷിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തു. പിൽക്കാലത്ത് കേരള സഭാ സമൂഹത്തിലെ തന്നെ നവീകരണ രംഗത്ത് നിർണായകമായ ഒരു സ്ഥാനം കൈയാളുന്നതിനുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനെ ദൈവം വളരെ പ്രത്യേകമായി ഉയർത്തിയെടുക്കുകയായിരുന്നു. ഒരു വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ വിൻസെൻഷൻ സഭയുടെ ഒരാശ്രമം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടായി. 1974 ആ ആശ്രമം തുടങ്ങിയത്. ആശ്രമം തുടങ്ങിയ ആദ്യത്തെ കുർബാനയിൽ നിന്ന് അന്ന് മുതൽ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, എനിക്കവിടെ അൾത്താരപാലനാകാനുള്ള കൊതി. അവിടുത്തെ അച്ഛൻ എന്നോട് അൾത്താരപാലനാകണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടുത്തെ കുക്ക് അൾത്താരപാലനാകുന്നത് ഞാനാണെന്ന് അയാളങ്ങ് തീരുമാനിച്ചു. തോമസ് എന്ന അയാളുടെ പേര്. അപ്പോൾ എനിക്ക് ഇതിന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, കുർബാനയ്ക്ക് ആര് കൂടും? അപ്പം മാത്യു കൂടണമെന്ന് എന്നോട് പറഞ്ഞു. ഉടനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ കുർബാനയ്ക്ക് കൂടാൻ എന്നെ പഠിപ്പിച്ചു. എനിക്കത് പഠിക്കേണ്ടിയൊന്നും വന്നില്ല. സ്റ്റേജ് ഫ്രൈറ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല. സഭാകമ്പം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അവിടെ കയറുന്ന പ്രാർത്ഥിക്കാൻ, സമാധാനം ചൊല്ലാനോ
അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ചൊല്ലാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. ആശ്രമം അവിടെ വെഞ്ചരിക്കപ്പെട്ടതിന് ശേഷം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അവിടുത്തെ അച്ഛൻ പഠനത്തിൽ എന്നെ ഇംഗ്ലീഷ് ട്യൂഷനൊക്കെ എടുത്ത് സഹായിക്കും. വർഗീസ് ചക്കുങ്കലച്ചൻ വളരെയേറെ എനിക്ക് ഓർക്കേണ്ട ഒരു വ്യക്തിയാണ്. വിൻസെൻസ് സഭാംഗമായി എടത്തുട്ടയിലെ ആശ്രമം തുടങ്ങിയ വർഗീസ് ചക്കുങ്കലച്ചൻ. അച്ഛൻ ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കും. എൻ്റെ കൂടെ കുർബാനയ്ക്ക് കൂടുന്ന എൻ്റെ കൂട്ടുകാർ 2-3 പേരുണ്ട്, അവർക്കും ക്ലാസ് എടുക്കും. അപ്പോൾ അച്ഛന് ഞങ്ങളെ സെമിനാരി ചേർക്കാമെന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള പരിശീലനം, വളരെ സ്ട്രിക്റ്റായിട്ടുള്ള പരിശീലനം, ശിക്ഷണമൊക്കെ നൽകുമായിരുന്നു. അങ്ങനെ ഞാൻ 1974 മുതൽ 77 വരെ, 77 ജൂണിലാണ് ഞാൻ സെമിനാരി ചേരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ 3 വർഷത്തിൽ ഞാൻ കുർബാന എനിക്ക് മിസ് ചെയ്തത് 3 ദിവസങ്ങളാണ്. അത് പനി പിടിച്ച കിടപ്പിലായി. 365 ദിവസം രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ ഞാനും എൻ്റെ സഹോദരങ്ങളും, ചാച്ചനെന്ന് ഈ റബ്ബർ ടാപ്പിങ് മറ്റ് കൃഷിപ്പണികളൊക്കെ ഉള്ളതുകൊണ്ട് ചാച്ചന് വരാൻ പറ്റില്ല. എൻ്റെ പെങ്ങന്മാരും ഞാനും അതിരാവിലെ എഴുന്നേറ്റ് ദിവസവും പള്ളിയിൽ പോകും. അമ്മ തുടങ്ങി വെച്ച ആ വിശുദ്ധമായിട്ടുള്ള ഒരു പതിവ്, അല്ലെങ്കിൽ അമ്മ കൊളുത്തു വെച്ച ആ പാവന ദീപം, അത് ഒരിക്കലും കെടാതെ വീട്ടിൽ കത്തി നിന്നു. ചെറുപ്പകാലം മുതൽ ആ കുടുംബാംഗങ്ങൾ ഏവരും തുടങ്ങി വച്ചിരുന്ന വിശുദ്ധ കുർബാനയുമായുള്ള ഉറച്ച ബന്ധം ആ ജീവിതങ്ങളിൽ വിളക്കായി മാറി. എക്കാലവും അവർ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിന് പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. തൻ്റെ ജീവിതത്തെ ഇന്നോളം വലിയ ദൈവകൃപയിലും മാതൃകാപരമായും കൈപിടിച്ചു നടത്തിയത് മാതാപിതാക്കളുടെയും മുതിർന്ന സഹോദരങ്ങളുടെയും തികഞ്ഞ ജീവിത മാതൃകകളായിരുന്നുവെന്ന് അച്ഛൻ സ്മരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പെങ്ങന്മാരൊക്കെ പഠിച്ച് ഓരോരുത്തരും ഓരോ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ച കാലത്ത് ഞാൻ സെമിനാരിയിൽ, അല്ലെങ്കിൽ ഞാൻ അച്ഛനായി, എൻ്റെ പെങ്ങന്മാരെല്ലാം ഓരോ തലത്തിലെത്തി, സഹോദരങ്ങളെല്ലാവരും മാരീഡായി. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ ചാച്ചൻ ആ ദൗത്യം ഏറ്റെടുത്തു. അത് പ്രത്യേക ആലോചനയിലൊന്നുമല്ല. അപ്പം ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ കുറഞ്ഞ അവസരത്തിൽ ചാച്ചൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോകും. ഞാൻ അച്ഛനായി കഴിഞ്ഞ ഇടയ്ക്ക് 1-2 ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങിയേക്കാം, ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഞാനൊന്ന് വിശ്രമിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ തലേദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചെവിയിൽ വന്ന് ചാച്ചനൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ നാളെ കുർബാന ചെല്ലുന്നത് മാത്യു ആയിരിക്കുമല്ലോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് രാവിലെ കിടന്നുറങ്ങാൻ തോന്നുന്നില്ല. ഞാൻ അല്പം തിരക്കേറിയ ശുശ്രൂഷ കഴിഞ്ഞ് അല്പം വിശ്രമിക്കാമെന്ന് കരുതി ആയിരിക്കാം വീട്ടിൽ ചെല്ലുന്നത്. പക്ഷേ എൻ്റെ ചാച്ചനെ സംബന്ധിച്ച് എൻ്റെ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് തലേദിവസം തന്നെ ഒരു ചവിട്ടോർമ്മ പോലെ എന്നോട് വന്ന് പറയും, നാളെ രാവിലെ മാത്യു അല്ലേ കുർബാന ചെല്ലുന്നത്. എന്നിട്ട് കുർബാന ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയൊക്കെ സ്വരസ്ഥാനം ഒക്കെ ചാച്ചൻ നോട്ട് ചെയ്ത് വെക്കും. ഇന്ന് എന്താ ഇങ്ങനെ സ്വരം താഴ്ത്തി ചൊല്ലിയത്, അത് ഭക്തിക്കാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്വരം ഉയർത്തി ചൊല്ലുന്നതാണ് നല്ലത്. അച്ഛന്മാർ കുർബാന ചെല്ലുമ്പോൾ നിർത്തി ചൊല്ലണം, അതുപോലെ സ്വരം ഉയർത്തി ചൊല്ലണം. അതുപോലെ ചാച്ചൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ചാച്ചൻ ഈ കുർബാനയുടെയൊക്കെ പാട്ട് ഉറക്കെ ഏറ്റവും മുമ്പിൽ കയറുന്ന പാടുമ്പോഴേക്ക് എൻ്റെ പെങ്ങന്മാർ പറയും, ചാച്ചൻ കുറച്ച് പുറകോട്ടിറങ്ങി കുറച്ച് സ്വരം താഴ്ത്തി പാടാനൊക്കെ പറയും. പക്ഷേ ചാച്ചൻ ഒരിക്കലും അത് മാറ്റം വരുത്തിയില്ല. എൻ്റെ അമ്മയുടെയും ചാച്ചൻ്റെയും ഈ വലിയ സാക്ഷ്യങ്ങൾ ഞാനിപ്പോൾ പറയാൻ കാരണം, ഏതൊരു പുരോഹിതൻ്റെയും ഒരു സന്യാസിനിയുടെയും ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ വലിയ മാതൃകകൾ അവരുടെ ദൈവവിളിക്ക് പ്രത്യുത്തരം കൊടുക്കുന്ന ആ മേഖലയിൽ അവരെ പ്രചോദിപ്പിക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗീയ ഇടപെടലുകളാൽ ആത്മാവ് പ്രചോദിപ്പിക്കപ്പെടുകയും ജീവിതത്തിൽ തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന
ദൈവിക രഹസ്യമാണ് ദൈവവിളി. തെളിഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിൽ മുന്നേറുന്ന ബാല്യങ്ങളിൽ ഇത്തരം ദൈവികമായ പ്രചോദനങ്ങൾ എക്കാലവും ദൃശ്യമായിരിക്കും. ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യകാലം മുതൽ സംഭവിച്ച ബാലിശമെന്ന് തോന്നിയേക്കാവുന്ന ഏറെ അനുഭവങ്ങൾ പിൽക്കാലത്ത് ദൈവീക ഇടപെടലുകളുടെ സമ്പന്നത വെളിപ്പെടുത്തി. ഞാനൊരിക്കൽ അവിടെ ഞങ്ങളുടെ പറമ്പിൽ കശുവണ്ടി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഗീസ് ചക്കുങ്കൽ എന്ന് പറയുന്ന അച്ഛനിങ്ങനെ നടന്ന് റോഡിലൂടെ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഫാദർ വർഗീസ് ചക്കുങ്കൽ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഫാദർ മാത്യു ഇലവുങ്കൽ. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാനിങ്ങനെ കൂട്ടിച്ചേർത്തു, പൊട്ടൻ ഞാനല്ലേ അച്ഛനാകുന്നത്. അതൊക്കെ വലിയ ആൾക്കാർക്കുള്ളതാണ്. 8ലോ 9ലോ പഠിക്കുമ്പോൾ വേദപാഠ ക്ലാസ്സിൽ വെച്ച മറ്റൊരു സംഭവം ഉണ്ടായി. എൻ്റെ വേദപാഠ പുസ്തകത്തിൻ്റെ പുറത്ത് ഞാൻ എഴുതി വെച്ച റവറൻ ഫാദർ മാത്യു ഇലവുങ്കൽ എന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അന്നൊരു സ്വല്പം ഉഴപ്പുന്ന സ്വഭാവമൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ഇത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ അതിനെ കൊള്ളൂ, വേറെ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരു കമൻറ്റും പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ വൈദികനായി എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഇടത്തൊട്ടി ആശ്രമത്തിൻ്റെ മുറ്റത്ത് ബൈബിൾ കൺവെൻഷൻ 4-5 വർഷം ഞാൻ ലീഡ് ചെയ്തു. ഒരിക്കൽ ഞാനിങ്ങനെ കൺവെൻഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനേക രോഗികൾ ആ കൺവെൻഷനിൽ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ, നിന്നെ ഇതിനെ കൊള്ളു, വേറെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് കളിയാക്കിയ അന്നത്തെ യൗവനത്തിലെ ഒരു പ്രത്യേക കമൻറ്റ്, അല്ലെ കൗമാരത്തിലെ ഒരു കമൻറ്റ്, അങ്ങനെ ബോധപൂർവം പറഞ്ഞായിരിക്കുകയാൽ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തോട് ചേരാത്ത എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കളിയാക്കി പറഞ്ഞതാണെങ്കിൽ പോലും അത് എന്നെ മുറിവേൽപ്പിച്ചൊന്നുമില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു, അച്ഛാ, പണ്ട് ഞാൻ പറഞ്ഞ് കളിയാക്കിയതൊക്കെ ഓർത്ത് എനിക്കിപ്പോൾ സങ്കടം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ സംഭവിച്ച മാതൃവിയോഗം ആ കുടുംബത്തിന് താങ്ങാനാവുന്നതായിരുന്നില്ല. എങ്കിലും ശക്തമായ ദൈവകരങ്ങളും പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥ സഹായവും ആ കുടുംബത്തിനൊപ്പമുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ വലിയ ചില ഉൾക്കാഴ്ചകളും തിരിച്ചറിവുകളും ലഭിച്ചത് ആ ചെറിയ പ്രായത്തിലായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇലവുങ്കൽ അച്ഛൻ സ്മരിക്കുന്നു. എല്ലാ കുറവുകളെയും വേദനകളെയും നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തിൻ്റെ മുഖം അവിടെ അദ്ദേഹത്തോടൊപ്പം നാമും തിരിച്ചറിയുന്നു. പഠനകാലത്ത് ഒരു എന്നും ഓർമ്മയിലിരിക്കുന്ന, എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ അമ്മച്ചി മരിച്ചു. അമ്മച്ചി മരിക്കുമ്പോൾ ഏറ്റവും ഇളയ കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമുള്ളൂ. എൻ്റെ മൂത്തയാൾക്ക് 3.5 വയസ്സും പ്രായമുണ്ട്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. ഈ ഇളയ കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടിലാരുമില്ല. ചാച്ചനും ജ്യേഷ്ഠനും ജോലിയുണ്ട്, കൃഷിപ്പണിയുണ്ട്, മറ്റ് സഹോദരങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. മൂത്ത പെങ്ങൾക്കും പഠിക്കണം. മൂത്ത പെങ്ങളുടെ പഠനം പൂർത്തിയാക്കാനായിട്ടൊരു 6-8 മാസവും കൂടി എടുക്കും 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ. പെങ്ങൾ ചാച്ചനോട് പറഞ്ഞു, എനിക്ക് പഠനം പൂർത്തിയാക്കാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചാച്ചനും ചേട്ടനും കൂടി ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി. എന്ത് ചെയ്യണമെന്ന് ആലോചന 2 പേരും കൂടിയാണ്. അപ്പോൾ ഇവർ ആലോചന എല്ലാം കഴിഞ്ഞ് എന്നോട് ചേട്ടനാണ് ചോദിക്കുന്നത്, നീ 1 വർഷം പഠനം നടത്തി വീട്ടിലിരുന്ന് ഈ 2 കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സസന്തോഷം ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു. അത് എൻ്റെ പുണ്യം കൊണ്ടൊന്നുമല്ല, എനിക്ക് സ്കൂളിൽ പോകാൻ മഹാമടിയായിരുന്നു. പിന്നീട് ഓഗസ്റ്റ് മാസം മുതൽ പിറ്റേ മാർച്ച് മാസം വരെ, പരീക്ഷ കഴിയുന്നത് വരെ 6ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ഞാൻ പൂർണ്ണമായിട്ടും പഠനമൊക്കെ അവസാനിപ്പിച്ച് ഈ 2 കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലെ സകല ജോലികളും ചെയ്തു. മുറ്റം അടിച്ചു തൂത്ത് വാരിയ ദിവസങ്ങളുണ്ട്, പാത്രം കഴുകും, തുണി അലക്കും, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നിടത്തോളമൊക്കെ ചെയ്യും. അതെല്ലാം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു പുരോഹിതനൊരു അപ്പൻ മാത്രമായപ്പോൾ ഒരു അമ്മയും കൂടി ആകണം. ഞാനിപ്പോൾ പറയും, ഒരു പുരോഹിതനിൽ ദൈവത്തിൻ്റെ മാതൃത്വവും പിതൃത്വവും നിറഞ്ഞു നിൽക്കണം. അപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളെ, ഇളയ 2 സഹോദരിമാരെ
ഞാൻ ക്ലാസ്സിൽ പോകുന്നവരെ ബാക്കിയുള്ളവരെ നോക്കിക്കോളും, ഭക്ഷണമൊക്കെ അവർ പാകം ചെയ്ത് വെച്ചിട്ട് പോകും പെങ്ങൾ. പക്ഷേ എനിക്ക് എൻ്റേതായ ദൗത്യങ്ങളുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ കാര്യമൊക്കെ നോക്കണം. അന്നൊന്നും എനിക്കൊരു ഭാരപ്പെട്ടതായി തോന്നിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. അത് ദൈവത്തിൻ്റെ വിളിയുടെ മറ്റൊരു ഭാഗമായിരുന്നു. ആ കാലത്ത് വലിയ എടുത്തു പറയത്തക്ക ഒരു സംഭവം, 6ാം ക്ലാസ് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ മേരി ജോസ് ഉണ്ട്, SH സഭയിലൊരു സിസ്റ്റർ. അപ്പോൾ അന്ന് സ്കൂളിൽ സിനിമാ പ്രദർശനമുണ്ട്. ഏതാണ്ട് 50 പൈസ കൊടുത്താൽ ടിക്കറ്റ് കിട്ടും. തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ 2 രൂപയോ അങ്ങനെ കണ്ട കൊടുക്കേണ്ടത്. 50 പൈസയ്ക്ക് ടിക്കറ്റ് കിട്ടുന്ന ആ സമയത്ത് ഈ ജ്യേഷ്ഠൻ്റെ പേരിൽ എനിക്കും കൂടി ടിക്കറ്റ് കിട്ടി. അപ്പം ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി സ്കൂളിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ഈ സിസ്റ്റർ എൻ്റെ നേരെ വന്ന് ചോദിച്ചു, നീ ഇപ്പോൾ പഠിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ശാസനാപുരം എന്നോട് പറഞ്ഞു, നീ പഠിത്തം നിർത്താൻ പാടില്ല, നീ വലിയ ആളായി തീരേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാനും എൻ്റെ വീട്ടുകാരെല്ലാം എൻ്റെ പഠനം തുടരുക എന്നുള്ള നിശ്ചയത്തിലെത്തിയെങ്കിലും ഇത് വലിയൊരു പ്രചോദനമായിരുന്നു. അതിന് കാരണം ആ സിസ്റ്റർ അങ്ങനെ പറയാൻ കാരണം 6ാം ക്ലാസ് വെച്ച് ഇംഗ്ലീഷ് പോയട്രി പഠിപ്പിക്കുമ്പം പഠിപ്പിച്ച ആ പോയട്രി അങ്ങനെ തന്നെ എഴുതി വെക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ സിസ്റ്റർ ഇങ്ങനെയാണ് പറയുന്നത്, മാത്യു ഒരു കോമ മാത്രം വിട്ടുപോയി, ബാക്കിയെല്ലാം ഉണ്ടെന്ന് പറയും. ഒരു കോമ മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. അങ്ങനെ പഠനത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ സിസ്റ്റർ പറഞ്ഞ വാക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ അധ്യാപകരൊക്കെ കേൾക്കേണ്ടതാണ്. ഒരു കുഞ്ഞിനെ കണ്ടാൽ, ഒരു വിദ്യാർത്ഥിയെ കണ്ടാൽ എങ്ങനെ അതിനെ പണിതുയർത്താം, എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, എങ്ങനെ അതിൻ്റെ ദൈവവിളി തിരിച്ചറിയാൻ സഹായിക്കാം, എങ്ങനെ ആ കുഞ്ഞിലൊരു നന്മയുളവാക്കാം എന്ന ചിന്തയോടെ സംസാരിക്കുകയും പെരുമാറുകയും പ്രതികരിക്കുകയും ചെയ്യുക. ഈ അമ്മയില്ലാത്തൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പം ഒരു മാതൃത്വത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാവത്തോടെയാണ് ഈ കൊച്ചിനെ പഠിപ്പിച്ചത്. സ്കൂളുകൾ 8ലും 9ലും 10ലും ഒക്കെ പഠിപ്പിച്ചത്. ഒരു പ്രത്യേക ഒരു കൺസേൺ ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസിലിയാമ്മ സിസ്റ്ററിനും മലയാളം പഠിപ്പിച്ചിരുന്ന ബെനിഫാസി അമ്മയ്ക്കുമൊക്കെ ഈ മാത്യുവിനോട് ഒരു പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. ആ കാലത്താണ് തോന്നുന്നു ആശ്രമം ഇവിടെ വരുന്നത്. അപ്പോൾ ആശ്രമത്തിൽ അൾത്താര ബാലനായിട്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കാനൊക്കെ താല്പര്യം കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒരു വൈദികനാകാൻ ഒരു താല്പര്യം ഉള്ള ഒരു കുട്ടിയാണ് ഈ വിദ്യാർത്ഥിയെന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് അന്നൊക്കെ ഒരു വൈദികനെ സെമിനാരിയിൽ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അധ്യാപകരായ ഞാനും മറ്റെല്ലാവരും കരുതിയിരുന്നത്. ഭാഗ്യത്തിന് ഈ വിൻസെൻഷൻ ആശ്രമം ഇവിടെ വന്നതുകൊണ്ടും അമ്മ മരിച്ചതിൻ്റെ ഒരു ദുഃഖത്തിലായതുകൊണ്ടും ഇളയ കുട്ടികളൊക്കെ വളരെ ചെറുപ്പമായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഈ കുടുംബത്തോടൊരു പ്രത്യേക താല്പര്യം തോന്നി. പേരാവൂർ മഠത്തിലെ ഞങ്ങൾക്ക് അധ്യാപകരായ സിസ്റ്റേഴ്സിന് എല്ലാവർക്കും. പിന്നീട് മഠത്തിലെ കാഴ്ചമുറിയിൽ വന്ന് പല പ്രാവശ്യം മാത്യുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ദൈവവിളി വൈദികനാകണം, കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറും എന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പിന്നീട് ഒരിക്കൽ ഫോട്ടോയിൽ പോയിട്ട് ധ്യാനം കൂടാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ നമ്മുടെ ശിഷ്യനായ വൈദികൻ ഇത്ര മനോഹരമായി ദൈവവചനം മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം ഒരു കൃതാർത്ഥത, നന്ദി, ഒരു സ്നേഹം ദൈവത്തോട് പ്രത്യേകിച്ച് തോന്നി. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾ, ദൈവവിളികൾ മുളയെടുക്കുന്ന സാഹചര്യങ്ങൾ, അത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത, ഇതൊക്കെ കൂടുതൽ അന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ദൈവവിളിയുടെ നാൾവഴികൾ പരിശോധിച്ചാൽ തികച്ചും പ്രശാന്തവും സംഘർഷരഹിതവുമായ ഒരന്തരീക്ഷം അവിടെ ദൈവം തനിക്കായി ഒരുക്കിയിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വിശുദ്ധ കുർബാനയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കുമൊപ്പം ഉറച്ച കാലടികളോടെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിഞ്ഞത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ദൈവവിളിയുടെ സ്വർഗീയ വിഹായസിലേക്ക് പറന്നുയരുവാൻ ഈ ശുശ്രൂഷകനെ സഹായിച്ചു. ദൈവനിയോഗത്തിൻ്റെ ജീവിതവീഥികളിൽ സഞ്ചരിക്കുന്ന നമുക്ക് ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ജീവിതം. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ ദൈവവിളിയെ തകർത്ത് കളയുന്ന ഒരു പ്രതികൂല സാഹചര്യം ഒരിടത്തുനിന്നും വന്നില്ല. എൻ്റെ ദൈവവിളിക്ക് പ്രത്യുത്തരം കൊടുക്കാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന വ്യക്തികളോ
സംഭവങ്ങളോ അനുഭവങ്ങളോ അധികം ഉണ്ടായില്ല. എന്ന് ഞാൻ പറയുമ്പോൾ എന്നും മധുരമുള്ള ഓർമ്മകൾ നൽകുന്ന അനുഭവങ്ങൾ മാത്രമൊന്നുമല്ല, ഒത്തിരി വേദനാജനകമായ അല്ലെങ്കിൽ വളരെയേറെ ദുരിതങ്ങളുടെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ മരണം തന്നെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ താളം കുറേയൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. അമ്മയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കിട്ടേണ്ട പല നന്മകൾ കിട്ടാത്തതിൻ്റെ കുറവുകൾ എന്നിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെയാണ് എനിക്ക് മറ്റൊരു വലിയ ഒരു ദൈവാനുഗ്രഹം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊന്ത, അത് ഞങ്ങളിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്, കറുത്ത മണിയുള്ള ഒരു കൊന്ത. അമ്മ വീട്ടിലായിരിക്കുമ്പോഴും ഈ ജപമാല ചൊല്ലുന്ന കാര്യത്തിലൊക്കെ നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. ലോകത്തിലെ വലിയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായിച്ച് കിട്ടുന്നതിനേക്കാളും വലിയ വിജ്ഞാനികളിൽ നിന്നുള്ള പ്രബോധനങ്ങൾ ശ്രവിക്കുന്നതിനേക്കാൾ കൂടുതലായി എൻ്റെ മാതാപിതാക്കളിൽ ഞാൻ കണ്ടത് അവർ കത്തുന്നൊരു വിളക്കാണ്. അത് വിശ്വാസത്തിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പരിസരങ്ങളിലുള്ള എൻ്റെ വീടിനടുത്തുള്ള എല്ലാ വീട്ടുകാരൊന്നും അന്ന് ഞായറാഴ്ച കുർബാന മുടങ്ങാതെ പോയി പങ്കെടുക്കുന്നവരായിരുന്നില്ലെന്ന് എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത്. എന്നാൽ കുറേ പേർ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ചാച്ചനോ എൻ്റെ അമ്മയോ സഹോദരങ്ങളോ ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കില്ലായിരുന്നു. അന്ന് മറ്റു ജോലികളൊന്നുമില്ല. എത്ര തിരക്കുണ്ടെങ്കിലും കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ വീടിൻ്റെ മുറ്റത്ത് പള്ളി വന്നപ്പോഴേക്ക് 1974 മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. ഒന്ന്, ചിലപ്പോൾ 3, 4, 5 പേര്. അതൊക്കെ എങ്ങനെ കിട്ടിയതാണ്? ഈ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, ഇതുപോലുള്ള ധ്യാനാനുഭവങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തിൽ ഇവരെല്ലാം പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. രണ്ടാമതായി പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുന്ന ഒരു വിശ്വാസ ശൈലിയിലേക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് സെമിനാരി പഠനകാലത്തോ വൈദികനായതിനു ശേഷം, ഇപ്പം വൈദികനായിട്ട് 25.5 വർഷമായി, ഇത്രയും കാലമായിട്ടും ജപമാലയെക്കുറിച്ച് എനിക്ക് സംശയങ്ങളില്ല. വ്യക്തമായ തിരിച്ചറിവുകളോടും ശക്തമായ ബോധ്യങ്ങളോടും കൂടി കർത്താവിൻ്റെ വയലിലേക്കിറങ്ങിയ അനുഗ്രഹീതനായ ഒരഭിഷിക്തൻ. തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അദ്ദേഹത്തിലൂടെ വ്യക്തമാകുന്നത് ലോകത്തിനു മുഴുവനും വേണ്ടിയുള്ള ദൈവീക തെരഞ്ഞെടുപ്പുകളുടെ മാഹാത്മ്യമാണ്. തനിക്ക് ലഭിച്ച ഓരോ താലന്തുകളും ദൈവരാജ്യ സംസ്ഥാപനത്തിനായി തീഷ്ണതയോടെ വിനിയോഗിച്ചു മുന്നേറുന്ന ഈ ശുശ്രൂഷകന്റെ ജീവിതം ലോകത്തിനു മുഴുവൻ അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിൽ ഞാൻ പാസ്സായി കഴിഞ്ഞ ഉടനെ ഞാൻ എങ്ങോട്ട് തിരിയുന്നു, എങ്ങോട്ട് പോകുന്നുവെന്ന് ആരും എന്നോട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ആരുടെങ്കിലും ചോദിക്കേണ്ട ഒരവസ്ഥ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ചിന്തിച്ചു ഞാനിപ്പോൾ സെമിനാരിൽ ചേരും. സാധാരണഗതിയിൽ അന്നും ഇന്നും എന്നും സെമിനാരിയിലോ കോൺവെന്റിലോ ചേരുന്നവർ വീട്ടിൽ നിന്ന് വേർപിരിഞ്ഞിങ്ങോട്ട് വന്ന് സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞ് ഒരു 6 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ട് അവധി കിട്ടുമ്പോൾ വളരെ ആവേശത്തോടെ വീട്ടിൽ പോകുമെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തില്ല? എനിക്ക് വീടിനോട് വിപ്രതിപത്തി ഉണ്ടായിരുന്നുകൊണ്ടല്ല, വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. എൻ്റെ ഉള്ളിൽ സെമിനാരിയിൽ ആ വെക്കേഷൻ കാലത്ത് നിൽക്കാനായിട്ടുള്ളൊരു പ്രവണതയാണ് ഉണ്ടായത്. അത് ഞാൻ കരുതുന്നു എൻ്റെ പൗരോഹിത്യത്തോടുള്ള എൻ്റെ ആഭിമുഖ്യത്തിൻ്റെ ഒരു വശമായിട്ട് ഞാൻ കൂട്ടുക. എൻ്റെ നാട്ടുകാർ കുറേ പേരെങ്കിലും, എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ, എന്നെ പഠിപ്പിച്ചവർ കുറേ പേരെങ്കിലും ഞാൻ വൈദികനാകും, സെമിനാരിൽ ചേരും എന്ന് ചിന്തിച്ചിരുന്നു. അതിന് കാരണം ഒരുപക്ഷെ വൈദികൻ ആകാനുള്ള, സെമിനാരിൽ ചേരാനുള്ള ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ അന്ന് എന്നിൽ ഉണ്ടാകാതെ എന്നെ ദൈവം പരിപാലിച്ചു. അല്ലെങ്കിൽ സഭാസമൂഹം, കുടുംബ കൂട്ടായ്മ, എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി എന്നെ സഹായിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക.